ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പ്രാന്തൻസ് വട്ടമേശ. നമ്മൾ ഒരുപാട് നാളായി പ്രാന്തൻസ് വട്ടമേശയിൽ ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പം വീണ്ടും 3 സിനിമകളുടെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ 3 എത്തിയിരിക്കുകയാണ്. ഞാൻ ജ്യോതിഷ, ജിബിൻ ആൻഡ് പ്രിയ. ഇന്ന് ഞങ്ങൾ 3 കണ്ട 3 സിനിമകൾ കപ്പ്, ഗുമസ്തൻ, ലുക്ക് ബാക്ക്. ഇപ്പം ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ 2 മലയാള സിനിമകളും ഒപ്പം ഒരു ഇംഗ്ലീഷ് മൂവിയുമാണ് ഇന്ന് പറയുന്നത്. ഇതിലെ ഇംഗ്ലീഷ് മൂവിയായ ലുക്ക് ബാക്ക് ജിബിനാണ് കണ്ടിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ലുക്ക് ബാക്ക്? ലുക്ക് ബാക്ക് നല്ലൊരു ചിത്രമായിട്ട് എനിക്ക് തോന്നി. ഞാൻ കണ്ടുവരുന്ന വഴിയാണ്. ഒരു ഇംഗ്ലീഷ് ചിത്രമാണ് പറഞ്ഞ പോലെ ഒരുപാട് നാഷണൽ അവാർഡ് വിന്നേഴ്സ് ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. നമുക്ക് പത്മശ്രീ കിട്ടിയ മീനാക്ഷി അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ രഞ്ജൻ മുള്ളാരത്ത് എന്ന് പറഞ്ഞ ആളാണ്. അത്യാവശ്യം അവാർഡുകൾ അംഗീകാരങ്ങൾ കിട്ടിയ ഒരാളാണ്. പുള്ളി സംവിധാനം ചെയ്തൊരു ചിത്രമാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉടനീളം ചിത്രത്തിലുണ്ട്. പിന്നെ കളരിയാണ് ഇതിൻ്റെ മെയിൻ. ഫുൾ ഓഫ് കളരിയാണിത്. തുടക്കം തൊട്ട് അവസാനം വരെ കളരിയുടെ ഒരു യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ കളരിയിലൂടെയാണ് ഇത് കഥ പോകുന്നത്. ഒരു പെൺകുട്ടിയുടെ ഒരു റിവെഞ്ച് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ആക്ഷൻ ഉണ്ട്, അതുപോലെ ഭയങ്കര ഒരു ഫിലോസഫി പറയുന്ന ചിത്രം. അപ്പോൾ അതിലൂടെയുള്ള ഒരു ട്രാവലാണ് മൂവി. 2 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്ന ചിത്രം ബോറടിക്കാതെ തന്നെ കണ്ടിരിക്കാം. നല്ലൊരു മ്യൂസിക് ഡോക്ടർ ഹംസലേഖയാണ് അവാർഡ് നാഷണൽ വിന്നറാണ്. അവരാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാവുന്ന നല്ലൊരു ചിത്രം. പിന്നെ ഇംഗ്ലീഷ് മൂവിയാണ്. പിന്നെ നമുക്കൊരു ഭയങ്കര നമ്മൾ ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു ലെവൽ സിനിമയല്ല. നോർമലി ഏതൊരാൾക്കും മലയാളിക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം ആയിട്ട് തോന്നി എനിക്ക്. മലയാളികൾ പിന്നെ കളരി ഇഷ്ടപ്പെടുന്നവർക്ക്, കളരി ഇഷ്ടപ്പെടുന്നല്ല, കളരി അഭ്യസിക്കുന്നവർക്കും അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തായാലും കണ്ടു നോക്കേണ്ട സിനിമയാണ്. അവര് പറഞ്ഞു ഇത്രയും കാലം ഒരു സിനിമയിൽ യൂസ് ചെയ്യാത്ത പുതിയ കളരിനും പുതിയൊരു ഒരുപാട് നമ്മൾ കളരി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അടവുകളും ഒരു കുറുമ്പി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ ഒരുപാട് കളരികളുണ്ട്. ഈ കുഴിക്കളരി എന്നുള്ളൊരു സംഭവം അത് അതിലെടുത്ത് പറയുന്നുണ്ട്. അതിൽ അതുപോലെ കുറച്ച് ഈ കളറിന്റെ യുദ്ധം അല്ലാണ്ട് മറ്റേ അത് മെന്റലി നമുക്ക് തരുന്ന കുറെ കാര്യങ്ങൾ ഒരുപാട് ഒരു സെൽഫ് നമുക്ക് പറയില്ല, സെൽഫ് മോട്ടീവ് ആവുക, അല്ലെങ്കിൽ നമുക്കൊരു നിശ്ചയദാർഢ്യം വരിക, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരാളെ മോട്ടീവ് ആകാനും സ്വയം മോട്ടീവ് ആകാനൊക്കെ കളരി ഉപകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുറെ ഒരു ട്രാവൽ, ഒരാളുടെ ചേഞ്ചും സിനിമ കാണിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ചേഞ്ചും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൊത്തത്തിൽ ഭയങ്കര കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് തോന്നി. അതെ, അപ്പൊ അത്രയൊക്കെയാണ് ലുക്ക് ബാക്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത നമുക്ക് ഗുമസ്തൻ ഒരു ത്രില്ലറാണ്. കുറെ ട്വിസ്റ്റുകളും ഒരു അന്വേഷണവും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത്. അതിൽ ത്രില്ലറുണ്ട്, ആക്ഷനുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പിന്നെ എന്താ പറയാ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്, അച്ഛൻ മകൻ ബന്ധമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആൻഡ് ഇത് അമൽ കെ ജോബിയാണ് ഇതിന്റെ ഡയറക്ടർ. ഫസ്റ്റ് മൂവി. അപ്പോൾ ആ ഫസ്റ്റ് മൂവിൻ്റെതില്ല നല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് മൂവി ആണല്ലോ എങ്ങനെയായിരിക്കും എന്നില്ല. ആൾക്ക് ഇനി വേറൊരു സിനിമ വേറെ സിനിമേൻ്റെ കഥയും കൊണ്ട് പോകുമ്പോൾ ഇത് എൻ്റെ മുന്നത്തെ പ്രൊജക്റ്റാണ് കാണിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള മേക്കിംഗ് ആണ്. എടുത്തു പറയേണ്ട മ്യൂസിക്. എനിക്കെൻ്റെ മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമുക്ക് ത്രില്ലർ സിനിമകളിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂസിക്കാണ്. ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിൻലി നമ്മുടെ സിനിമേൻ്റെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയൊരു സംഭവം, സിനിമയിലെ ടൈറ്റിൽ റോള് ചെയ്ത നമ്മുടെ ഗുമസ്തൻ എന്ന് പറയുന്ന ആ ഒരു ആളുടെ ക്യാരക്ടർ ചെയ്ത് ജെയ്സ് ജോസ്. ആള് 2018 ലൂസിഫറിലൊക്കെ നമ്മൾ ചെറിയ റോളുകളിൽ കണ്ട ഒരാളാണ് ഇതിൻ്റെ മെയിൻ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കാണാൻ പറ്റുമ്പോൾ ഇതാ ആളുടെ മേക്ക് ഓവർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഏജ് ഉള്ള ഒരാളായിട്ട്. പക്ഷെ നമ്മൾ ഒരു ഉപ്പേനയിലൊക്കെ വിജയ് സേതുപതിനെ കണ്ട പോലെ വിജയ് സേതുപതി വില്ലൻ ക്യാരക്ടറിൽ വരുമ്പോഴുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, കറക്റ്റ് എനിക്ക് തോന്നി. കുറെ വിജയ് സേതുപതിൻ്റെ അതേ കട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ മേക്ക് ഓവർ അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ആൾക്ക് വരുന്ന ഫുൾ ഒരു റഫ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഇതാണ്, ചിരിക്കൊന്നും ഇല്ലാത്ത എന്നാൽ ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ള ഒരു ടൈപ്പ് ആളാണ്. അപ്പോൾ ഫസ്റ്റ് അയാളെ ചുറ്റിപ്പറ്റിയുള്ള കുറേ മിസ്റ്ററി സാധനങ്ങളൊക്കെ വരും. പിന്നെയാണ് നമ്മൾ കഥയിലേക്ക് പോവുക. കഥയിലേക്ക് വരുമ്പോഴാണ് അതിൽ റൊമാൻസും കുറേ അച്ഛൻ മകൻ ബന്ധവും ഫൈറ്റും ഒക്കെ വരുന്നത്. വേറെ കാസ്റ്റ് നമ്മുടെ ബിബിൻ ജോർജ് ഒക്കെ അതിലാണ്. ഇപ്പോൾ റൊമാൻസ് അവർക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ബിബിൻ ജോർജ് അവരൊക്കെ സെക്കൻഡ് ഹാഫിലാണ് അവരുടെയൊക്കെ ഒരു എൻട്രി വരുന്നത്. പിന്നെ അതിൽ സീൻസ് നമ്മൾ ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുമ്പോഴുള്ള നമുക്ക് ഒരു സീനല്ല ഒരു സിനാരിയോന്ന് അടുത്തതിലേക്ക് പോവില്ലേ, ആ സംഭവത്തേക്കുള്ള അവരുടെ ആ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ബിബിൻ്റെ എൻട്രി കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഫോട്ടോൻ്റെ അവിടെ ഒരു ലൈറ്റ്, ആ എൻട്രിക്ക് ആ പുള്ളീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്. അതൊക്കെ ഡയറക്ടറിൻ്റെ ഐഡിയ തന്നെ ആയിരിക്കുമല്ലോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അടുത്തൊരു വർക്കിന് പോകുമ്പോൾ നേരത്തെ ഏറ്റവും ബെസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കാണിച്ചു കൊടുക്കാം. എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന വലിയ പ്രശ്നങ്ങളൊന്നും തോന്നാതെ നല്ല രീതിയിൽ എടുത്തു വെച്ച അടുക്കും ചിട്ടയുള്ള ഒരു സിനിമ. ഒരു തിയേറ്റർ വാച്ച് തന്നെയാണെന്ന് ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞ അതിന്റെ മ്യൂസിക് ഞാൻ പറഞ്ഞോണ്ട് ആ ത്രില്ലറിന്റെ ആ മ്യൂസിക്കും പിന്നെ പുള്ളിയുടെ ജെയ്സ് ജോസ് എന്ന് പറയുന്ന ആക്ടറിന്റെ ആ ഒരു എൻട്രിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സാധനങ്ങളൊക്കെ സൂപ്പറാണ്. അപ്പോൾ 2 സിനിമ കഴിഞ്ഞു, ഇനി കപ്പ്. അതെ, ഇനി ഞാൻ കപ്പാണ് കണ്ടത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട, ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. കുറേ നാളെ, ഒരു 2 വർഷത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് കപ്പ് റിലീസ് ആയിരിക്കുന്നത്. പുതിയ ഡയറക്ടറാണ് സഞ്ജു വി സാമൽ എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ. ഇതിലെ സിനിമ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ്, ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കണ്ടിരിക്കാൻ പറ്റി ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സിനിമയാണ്. പിന്നെ എനിക്കൊന്ന് മലയാളത്തിൽ അങ്ങനെ ബാഡ്മിൻ്റൺ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്പോർട്സ് ഡ്രാമ സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ബാഡ്മിൻ്റൺ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ വന്നിട്ടില്ല. അപ്പം അതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മാത്യു ലീഡ് ചെയ്യുന്നു. മാത്യുവിന്റെ സ്കൂൾ കഥാപാത്രങ്ങളൊക്കെ കണ്ട്, മാത്യു നമ്മുടെ ഇടയിലോട്ട് വന്നതേ സ്കൂൾ വേഷങ്ങൾ ചെയ്തിട്ടാണ്. അപ്പൊ വീണ്ടും മാത്യുവിനെ ഒരു സ്കൂൾ കുട്ടിയായിട്ട് ഇതിൽ കാണുന്നു. അതും ഭയങ്കര എന്താ പറയണ, ഒരുപാട് പാഷനുള്ള, ബാഡ്മിൻ്റണോട് ഒരുപാട് പാഷനുള്ള അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ടാണ് മാത്യു എത്തുന്നത്. അപ്പം പുള്ളി അതിനുവേണ്ടി എടുത്തിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് എത്രത്തോളം ആണ് നമുക്ക് ഓരോ സീൻ കാണുമ്പോൾ പോലെ, ആ ഒരു ബാറ്റ് ചെയ്യുന്ന രീതി കാണുമ്പം തന്നെ ആണെങ്കിലും അതിന് വേണ്ടി എടുത്തിട്ടുള്ള ഹാർഡ് വർക്കും ആ ഒരു എഫേർട്ടും എല്ലാം നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഡയറക്ടറിനെ സംബന്ധിച്ച് ഫസ്റ്റ് സിനിമ, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ ഒരു വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി കാസ്റ്റ് നോക്കിയാൽ ഇപ്പം ബേസിൽ ജോസഫ് ഉണ്ട്, ഗുരു സോമസുന്ദരം ഉണ്ട്. മാത്യുവിൻ്റെ അച്ഛനായിട്ടാണ് ഗുരു സോമസുന്ദരം എത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമിത പ്രമോദ് ഇതിലെ കോച്ചായിട്ടാണ് വരുന്നത്. നമിതയും ഇതുപോലെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇമോഷണലി ആൾക്കൊരുപാട് കണക്ട് ആവുന്ന ഒരു സിനിമയാണെന്ന്. ശരിക്കും അതെ, ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സ്പോർട്സ് ഡ്രാമ എന്നതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നുന്ന ഒരു സിനിമയും ഓരോരുത്തരുടെയും കഥാപാത്രങ്ങളും അതുപോലെയാണ്. അതുപോലെ അനിക്കയും സെക്കൻഡ് ഹാഫിലാണ് അനിക്കയുടെ ക്യാരക്ടർ വരുന്നത്. അനിക്കയും വളരെ നല്ലൊരു ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഇതിലെ ഫീമെയിൽ ലീഡ് വന്നിട്ടുള്ള റിയ എന്ന് പറയുന്ന, റിയയുടെ ഫസ്റ്റ് മൂവിയാണ്, പക്ഷെ അത്രയും നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ കാണിക്കുന്നതാണെങ്കിലും റിയ വളരെയധികം അതിനുവേണ്ടിയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. റിയയും ഇപ്പൊ അതിനുള്ള ബാഡ്മിന്റൺ അതെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്, പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഷാൻ റഹ്മാന്റെ ആണ് പാട്ടുകൾ വരുന്നത്, രണ്ട് പാട്ടുകളും പിന്നെ ലാസ്റ്റിലൊരു റാപ്പ് സോങ്ങും ആണ് വരുന്നത്. ഈ പാട്ട് 3ഉം ഭയങ്കര നല്ലത്, ഗംഭീരം എന്നേ പറയാനുള്ള അത്രയും ആ ഒരു ഫീലിനനുസരിച്ചുള്ള, ഷാറുഖ്മാന്റെ പാട്ടുകൾ നമുക്കറിയാമല്ലോ, അതുപോലെ തന്നെ ആ ഒരു ഫീലിനനുസരിച്ചുള്ള പാട്ടുകളാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്ന വിഷ്ണു തിലകൻ എന്ന് പറയുന്ന ആളാണ്. ആളുടെയും എനിക്കൊന്ന് ഇൻഡിപെൻഡന്റ് നോക്കുമ്പോൾ ഫസ്റ്റ് വർക്കാണ്, അതും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ തോന്നിയെന്ന് വെച്ചാൽ ഓവറോൾ സിനിമ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നല്ലൊരു ഫീലിൽ പോകുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ലാഗ് ആയിരിക്കാം, പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് അത് ആ ലാഗ് അത്ര വർക്കായില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് കണ്ടിരിക്കാനായിട്ട്, ഇമോഷണലി കണക്ട് ആവും. ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് സ്പോർട്സ് ഡ്രാമ ആകുമ്പോൾ നമുക്കറിയാം ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം, അതിലങ്ങനെ വലിയ സസ്പെൻസ് ഇടുന്നതോ അങ്ങനെയല്ല. പക്ഷെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും നമുക്കാണെങ്കിലും മനസ്സിൽ തട്ടുന്ന ഒരു ക്ലൈമാക്സും അങ്ങനെ ഒന്നാണ്. പിന്നെ അതുപോലെ ജൂഡ് ആന്റണിയും ഒരു റോള് ചെയ്യുന്നുണ്ട്. അത് വളരെ കുറച്ച് സ്ക്രീൻ ടൈമേ ഉള്ളൂ, പക്ഷെ ആ ഉള്ളത് നല്ല രസമാണ്. വന്നു പോയി നല്ലൊരു കയ്യടിയൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു റോൾ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ബേസിൽ അനിയനായിട്ട് ചെയ്ത് കാർത്തിക് എന്ന് പറയുന്ന, ഗപ്പി എന്ന സിനിമയിലൂടെ നമുക്കറിയാം ആളെ, കാർത്തിക്. എന്നിട്ട് ഇതിൽ വന്നിട്ട് വീണ്ടും ബേസിൽ ഇതിൽ കോമഡി കുറവാണ്, അതിന് പകരം സ്കോർ ചെയ്തിട്ടുള്ള കാർത്തിക്കാണ്. ഭയങ്കര ഒരു നല്ല, എനിക്കൊന്ന് കാർത്തിക്കിന് ഇനിയും കുറച്ച് നല്ല കോമഡി വേഷങ്ങളൊക്കെ ഇനിയും അടുത്ത കുറച്ച് കാലത്തേക്ക് ഇനിയും കിട്ടുമെന്ന് തോന്നുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കുറച്ചുകൊണ്ട് മൃണാളിനി, സൂസൻ ജോസ്, എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല, മാത്യുവിൻ്റെ ചേച്ചിയായിട്ട് ചെയ്തതാണ്. എല്ലാവരും വളരെ നല്ല പെർഫോമൻസും സിനിമയാണെങ്കിലും. പിന്നെ DOP നാഷണൽ അവാർഡ് വിന്നർ നിഖിലേഷ് പ്രവീണാണ്. നിഖിലേട്ടൻ്റെ ക്യാമറ വർക്കും ഫ്രെയിമിംഗ് ഒക്കെ വളരെ നല്ലതായിരുന്നു. എനിക്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ ഒരു ലാഗ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ നല്ലതായിരുന്നു. ഫാമിലി ഓഡിയൻസിന്, അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാതെ എല്ലാ ടൈപ്പിലുള്ള ഓഡിയൻസിനും കാണാൻ പറ്റുന്ന
ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ച കാണാനായിട്ട് ഒരു ഫീൽ ഗുഡ് ഉണ്ട്, ഒരു ത്രില്ലർ മൂവി ഉണ്ട്, ഒരു ആക്ഷൻ പാക്ഡ് സിനിമയുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ വീക്കെൻഡാണ് വരുന്നത്, ഏത് സിനിമയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് ഞങ്ങളെ അറിയിക്കുക. ഇതിനോടകം ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. അടുത്ത പ്രാന്തൻസ് വട്ടമേശയിലൂടെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.